അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനെക്കുറിച്ച് സംശയിക്കാൻ ഒരു പഴുതുണ്ടാകുമായിരുന്നു. ഖുർആൻ തന്നെ ആ ഒരു പഴുതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ആയത്തിലേക്ക് നമുക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക് ഇദൻ ലർതാബൽ മുബ്തിലൂൻ. ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞു വമാ കുൻത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി, ഇതിനു മുമ്പ് താങ്കൾ ഏതെങ്കിലും ഒരു ഗ്രന്ഥം വായിക്കുകയോ പാരായണം ചെയ്യുകയോ മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക്, താങ്കളുടെ വലത് കൈ കൊണ്ട് എന്തെങ്കിലും എഴുതുകയോ ചെയ്യുകയുണ്ടായിട്ടില്ല. അതായത് ഒരു ഗ്രന്ഥം പാരായണം ചെയ്യുകയോ വലത് കൈ കൊണ്ട് എന്തെങ്കിലും എഴുതുകയോ താങ്കൾ ചെയ്തിട്ടില്ല ഇതിനു മുമ്പ്. ഇദല്ലർതാബൽ മുബ്തിലൂൻ, അങ്ങനെ താങ്കൾ ചെയ്തിരുന്നെങ്കിൽ, താങ്കൾ വായിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ വെറും വാക്ക് പറയുന്ന ആളുകൾക്ക് സംശയിക്കാൻ ഒരു ഇടം ഉണ്ടാവുമായിരുന്നു, ഒരു എക്സ്ക്യൂസ് ഉണ്ടായിരുന്നു എന്ന് അള്ളാഹു പറയുന്ന സംഗതി. ശരിക്ക് ഖുർആനിനെ കുറിച്ച് പല ആളുകൾക്കും, ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ചിന്തിക്കുമ്പോൾ അവരൊക്കെ വിചാരിക്കുക അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രചനയാണ്, എഴുതിയതാണ് എന്നുള്ള രൂപത്തിലാണ്. പക്ഷേ മുസ്ലിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുത്തും വായനയും അറിയില്ല. ആ ഒരവസ്ഥയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ എന്ന മലക്ക് മുഖേന ലഭിച്ച ദിവ്യ സന്ദേശമാണ്, വഹയാണ് ഖുർആൻ എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ബലപ്പെടുത്തുന്ന രൂപത്തിൽ ഖുർആൻ നമുക്ക് പറഞ്ഞു തരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതാനോ വായിക്കാനോ അറിയില്ലായിരുന്നു. അപ്പോൾ ഈ എഴുതാനും വായിക്കാനും അറിയുന്ന ആളാണെങ്കിലല്ലേ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രചനയാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ സംശയിക്കാനൊരു വക ഉണ്ടായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ രചനയാണെന്ന്. അപ്പോൾ അതാണ് വിശുദ്ധ ഖുർആൻ ശരിക്കും ആയത്തിലൂടെ ഇതിൽ വിശുദ്ധ ഖുർആനെ ആ നിലക്ക് സമീപിക്കുന്ന ആളുകൾക്ക് അതിലിപ്പോൾ ഒരു പക്ഷേ ഖുർആനിലെ പല കാര്യങ്ങളോടും വിയോജിപ്പോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ വിമർശനങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയുന്നത്, നിങ്ങൾ പല സോഴ്സസ് നിന്ന് കേട്ട് പല തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ ഗ്രന്ഥം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് അല്ലേ, ഹൗ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവില്ലേ, ഇതെങ്ങനെ എന്നുള്ള ചോദ്യത്തിന് അവിടെയാണ് വിശുദ്ധ ഖുർആൻ ആ ഒരു ചോദ്യത്തിന് ബലം കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ രൂപത്തിലൊക്കെ ചിന്തിക്കാമെങ്കിലും ഈ ഗ്രന്ഥം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടല്ലോ. ഈ ഗ്രന്ഥം ഓക്കെ, അത് ദൈവികമല്ലെങ്കിൽ പിന്നെ അതിനുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നബി ഇരുന്ന് എഴുതുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നബി ഓക്കെ എഴുതുക എന്നുള്ളത് വേറെ ആളെ ഏൽപ്പിക്കുക എന്ന് വിചാരിക്കാം. ഓക്കെ, അത് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് നമ്മൾ കൊടുത്തിട്ട് മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ചു, നബി ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾ ഈ കോണ്ടന്റ് നോക്ക്, വിശുദ്ധ ഖുർആൻ്റെ കോണ്ടന്റ് നോക്കിയാൽ അതിൽ കാണാൻ പറ്റുന്നത് ചരിത്രമാണ്. അതേപോലെ തന്നെ ചരിത്രം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ ചരിത്രം അത്രമേൽ വിശദമായി കാണുകയാണ്. ഇതെങ്ങനെയാണ് ഒരു സാധാരണ ഒരു എഴുത്തും വായനയും അറിയാത്ത ഒരാൾക്ക് പറയാൻ പറ്റുക? അത് നമുക്ക് വീണ്ടും ആയിരിക്കാം, ഏതെങ്കിലും മുൻകാല വേദങ്ങൾ വായിച്ച് എന്ത് ചെയ്യാണ് അതിലുള്ളത് വെച്ചിട്ട് പറയാണെന്ന്. പക്ഷെ റസൂലിന് വായന അറിയില്ല, റസൂല് ഒരു വേദവും വായിച്ചിട്ടില്ല. ഇത് ചരിത്രപരമായൊരു വസ്തുതയാണ്. അങ്ങനെ വായിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇത് പിന്നെ ഇത്തരത്തിലുള്ള ചരിത്രം പറയാൻ സാധിക്കുക എന്നൊരു ചോദ്യം. ആ ചരിത്രത്തിൻ്റെ അക്യൂറസിയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ് കുറച്ചുകൂടി ഖുർആൻ്റെ ദൈവികത നമുക്ക് ബോധ്യപ്പെടുക. അത് വേറെ കാര്യം. പക്ഷെ അതൊന്നും വേണ്ട, മുൻവേദങ്ങളിലുള്ള ചരിത്രം അതേപടി പറഞ്ഞതാണെന്ന് വിചാരിക്കുക. എന്നാൽ പോലും അതിനുള്ള പോസിബിലിറ്റി ഇല്ല. കാരണം മുഹമ്മദ് നബി ഒരു വേദവും മുൻകാലത്തുള്ള ഒരു വേദവും വായിച്ചിട്ടില്ല, അതിനുള്ളൊരു സാഹചര്യം നബിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തി മാത്രമല്ല, ആ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം എഴുതാനും വായിക്കാനും അറിയാത്തവരാണ്. അവർ ജസ്റ്റ് മനപ്പാടാക്കും, അവർ സംസാരിക്കും, കേട്ടത് മനപ്പാടാക്കും, അതിനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. പക്ഷെ ബഹുഭൂരിപക്ഷം വളരെ അപൂർവം ചില ആളുകൾക്ക് മാത്രമേ എഴുത്തും വായനയും അറിയില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഖുർആൻ്റെ കണ്ടംപററി ആയിട്ടുള്ള ബുക്സ് അറബി ഭാഷയിൽ നോക്കുകയാണെങ്കിൽ അതുപോലെ ഒരു നമുക്ക് ഇന്നും മനസ്സിലാക്കാൻ കഴിയുന്ന, അതുപോലെ സ്വാധീനിക്കുന്ന രൂപത്തിലുള്ളൊരു പുസ്തകം എൻ്റെ അറിവിലില്ല. ഖുർആനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇന്നും നമ്മൾ സാർവകാലികം സാർവലൗകികം എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു ഗ്രന്ഥമായിട്ട് ഖുർആനെ നമുക്ക് കാണാൻ കഴിയും. അത് ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കണ്ടംപററി ആയിട്ട് വേറൊരു പുസ്തകം അതുപോലെ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു കാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ രചിക്കാൻ പറ്റും? അത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, അങ്ങനെ സ്വയം രചിക്കാൻ പറ്റും എന്നുള്ള കാര്യം. അതൊക്കെ നമ്മൾ തട്ടിച്ച് നോക്കും. ഇങ്ങനെ ഒരുപാട് ഫാക്റ്റുകൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതാൻ സാധ്യതയില്ല. മാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതിയതാണെങ്കിൽ ഇതിലെ ചില പ്രവചനങ്ങൾ വരെ തെറ്റുമായിരുന്നു. കാരണം ഒരിക്കലും അന്നത്തെ അറബികളിൽ ഒരാൾ പോലും ധൈര്യപ്പെടാത്ത രൂപത്തിലുള്ള പ്രവചനങ്ങളൊക്കെ
വളരെ അസാധ്യമാണെന്ന് തോന്നിയ പ്രവചനങ്ങൾക്ക് ഖുർആൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഖുർആനിലെ തന്നെ 30-ാം അധ്യായം സൂറത്ത് റൂമിലെ ആദ്യത്തെ കുറച്ച് വചനങ്ങൾ. ആ വചനങ്ങൾ പറയുന്നത് റോമ സാമ്രാജ്യം ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു, കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഫിബിദ്ഐസിനി, ഒരു 3 മുതൽ 9 വരെ വർഷങ്ങൾക്കാണ് ബിദ്ഐസിനി. ഈ വർഷങ്ങൾക്കുള്ളിൽ റോമൻ സാമ്രാജ്യം വിജയിക്കും, അപ്പോൾ സത്യവിശ്വാസികൾ സന്തോഷിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് റോമൻ സാമ്രാജ്യം അതിൻ്റെ തകർച്ചയുടെ വക്കീലാണ്. പേർഷ്യൻ സാമ്രാജ്യം ഇങ്ങനെ മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്, റോമൻ സാമ്രാജ്യത്തെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് റോമൻ സാമ്രാജ്യം ആക്രമിക്കപ്പെട്ട് വല്ലാത്തൊരു ക്ഷീണം പതനത്തിൻ്റെ അവസ്ഥയിലെത്തിയ സമയത്ത് കൂടിയാണ് ഈ വചനം ഇറങ്ങുന്നത്. ഇത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പതനത്തിൻ്റെ തുടക്കത്തിലെ സമയത്തൊന്നുമില്ല, പതനം ഏകദേശം തീരുമാനമായ സമയത്താണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. എന്നിട്ട് ഇപ്പം സ്വാഭാവികമായിട്ടും അന്നത്തെ ആ മുസ്ലിങ്ങൾ ബെറ്റ് വെച്ചു എന്നാണ് അബൂബക്കർ റളിയല്ലാഹുവിനോട്, ഇത്ര പൈസ നമുക്ക് തരണം നമ്മളാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ. കാരണം അത്രയും ഉറപ്പായിരുന്നു ആ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അന്നത്തെ കാലത്ത് ആ മുസ്ലിങ്ങൾക്ക് റോമൻ സാമ്രാജ്യം ഒരിക്കലും ഇനി കരകയറാൻ പോകുന്നില്ല, ഇനി ഒരിക്കലും അതിജീവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു അവർക്ക്. പക്ഷേ ഖുർആൻ പറഞ്ഞതുപോലെ പിന്നീട് സംഭവിച്ചു. ആ ബിദഅ സിനീൻ്റെ ഉള്ളിൽ 9 വർഷങ്ങൾക്കുള്ളിൽ തന്നെ റോമൻ സാമ്രാജ്യം തിരിച്ച് പിന്നെയും അതിൻ്റെ ഒരു പ്രതാപാവസ്ഥയിലേക്ക് മടങ്ങുന്ന നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനും സാധിക്കാത്ത രൂപത്തിലുള്ള കുറേ കണ്ടൻസ്, ഒരിക്കലും വിചാരിക്കാൻ പോലും കഴിയാത്ത കുറേ കണ്ടൻസ് ഈ ഖുറാനിൽ ഉണ്ട് എന്നുള്ളതും മുഹമ്മദ് വിശ്വാസങ്ങളുടെ രചനയല്ല ഇത് എന്നുള്ളതിൻ്റെ മാത്രമല്ല, ഇനി മുൻവേദങ്ങളുടെ ആ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു, മുൻവേദങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലാണ് ഇത് ഈ രൂപത്തിലെങ്കിലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുക. രണ്ടാമത്തത്, മുൻവേദങ്ങളിലുള്ള പല, അല്ലെങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള മുൻവേദങ്ങളിലുള്ള പല അബദ്ധങ്ങളും എന്ത് ചെയ്യുന്നില്ല, മുഹമ്മദ് നബി ഈ ചരിത്രം ആഖ്യാനം ചെയ്യുമ്പോൾ വരുന്നില്ല. അതിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉദാഹരണം വെക്കാൻ പറ്റുന്നതാണ് ഈ ഫിർഔൻ എന്നുള്ള പദപ്രയോഗമൊക്കെ. അതായത് ഫറോവമാർ എന്ന് പറയുന്ന രാജവംശം വരുന്നത് ഒരു ചരിത്രത്തിന്റെ ഒരു സന്ധിക്ക് ശേഷമാണ്. അതിനു മുമ്പ് ഫറോവമാർ എന്നവരെ വിളിക്കുന്നില്ല. പക്ഷേ ഇപ്പൊ ബൈബിളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മോസസിന്റെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ തന്നെ മോസസിന്റെ കാലഘട്ടത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലും നമ്മളവിടെ ഫറോവമാർ എന്ന് തന്നെയാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഖുർആൻ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ തൊട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഫറോവമാർ എന്ന് പ്രയോഗിക്കുന്നത്. എന്നുവെച്ചാൽ അഥവാ ഈ പറഞ്ഞ വീണ്ടും നമ്മൾ ഡൗട്ട് അടിച്ച് ഇത് ബൈബിളിലുള്ളത് അങ്ങനെ ഏതെങ്കിലും ഒരു മുൻ വേദങ്ങളിലുള്ളത് അതേപോലെ പറയുകയാണെന്ന് എഴുത്തും വായന അറിയാത്ത, വേദം വായിച്ചിട്ടില്ലാത്ത മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞു എന്ന് അങ്ങനെ വീണ്ടും ആലോചിച്ചാൽ പോലും അവിടെയുള്ള ചില അബദ്ധങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കാണുന്നില്ല. ഇതെങ്ങനെ പോസിബിൾ ആകും? ഓക്കെ, വേദം കോപ്പി അടിച്ചതാണെങ്കിൽ അങ്ങനെ വരൂലല്ലോ. അപ്പോൾ വീണ്ടും അങ്ങനെയുള്ള മുൻവേദങ്ങളിലുള്ള അബദ്ധങ്ങളില്ലാതെ എന്ത് ചെയ്യുന്നു, ആ വേദങ്ങളുടെ സാരാംശത്തോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഈ ഖുർആൻ്റെ ഒരു അധ്യാപനം നമുക്ക് കാണാൻ പറ്റുന്നു. ഇവിടെയാണ് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും പ്രസക്തമാകുന്നു. ഈ ആയത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സംശയിക്കാമായിരുന്നു, വെറുതെ വ്യാജവാദികൾക്ക് അല്ലെങ്കിൽ വ്യർത്ഥവാദികൾക്ക് സംശയിക്കാമായിരുന്നു. എപ്പോൾ മുഹമ്മദ് നബി മുൻപ് വേദങ്ങളൊക്കെ വായിച്ച് സ്വന്തമായി എഴുതൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു കവിയൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് സംശയിക്കാനുള്ള ഒരു പഴുതെങ്കിലും ഉണ്ടായിരുന്നു. എങ്കിൽ പോലും പഴുതൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ പറഞ്ഞ അബദ്ധങ്ങൾ എങ്ങനെ പിന്നെ തിരുത്തപ്പെടുന്നു, അതേപോലെ തന്നെ എങ്ങനെ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാകുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ വ്യത്യസ്തമായൊരു ആഖ്യാന ശൈലി, പിന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത ആഖ്യാന ശൈലി, ഇതൊക്കെ അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ കണ്ണടക്കുക. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വേദഗ്രന്ഥത്തിൻ്റെ ബാക്കി എല്ലാ തെളിവുകളോടും കണ്ണടച്ചാൽ പോലും ഈ പഴുത് എങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും എന്ന വിശുദ്ധ ഖുർആൻ്റെ ആ ഒരു ചോദ്യം യഥാർത്ഥത്തിൽ ഖുർആനെക്കുറിച്ച് വിമർശന വിധേയമാക്കിയെങ്കിലും പഠിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവകരമായി നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പം മുഹമ്മദ് വസ്ലമക്ക് ഇപ്പോൾ ഖുർആൻ രചനയാണെന്ന് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും മുഹമ്മദ് വസ്ലമക്ക് റെഫർ ചെയ്യാനുള്ള ബാക്കിയുള്ള വേദഗ്രന്ഥങ്ങളൊന്നും അറബിയിലല്ല ഉള്ളത്. ബാക്കിയുള്ള വേറെ ഭാഷകളിലാണ്. ഇപ്പോൾ തൗറാത്താണെങ്കിൽ ഹിബ്രുവിലാണ് അവരുടെ ഇതിൽ, മറ്റേ ഇഞ്ചിയിലാണെങ്കിൽ അരമായ ഭാഷയിലാണ്. ഇങ്ങനെ പല ഭാഷകളിലാണ് മറ്റുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ. അപ്പോൾ അത് കോപ്പി അടിക്കുക എന്നുള്ളതും ഏകദേശം അസാധ്യമാണ് മുഹമ്മദ് വസ്ലമക്ക്. മാത്രമല്ല നബി വസ്ലമക്ക് അറബിയെ അറിയുള്ളൂ, വേറെ ഏതെങ്കിലും ഭാഷ അറിയുന്നതായിട്ടൊന്നും ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. മുഹമ്മദ് വസ്ലം അറേബ്യൻ ഉപദ്വീപിൻ്റെ പുറത്തേക്ക് യാത്രകൾ ചെയ്തതായിട്ടും ചരിത്ര രേഖകളൊന്നും കാണുന്നില്ല. അപ്പോൾ മാത്രമല്ല ഇതിൽ വേറൊരു പോസിബിലിറ്റി കൊടുക്കാൻ പറ്റുന്നത്, മദീനയിൽ പോയപ്പോൾ അവിടെ കുറച്ച് ജൂതന്മാരുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വിശുദ്ധ ഖുർആനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, മക്കയിൽ അവതരിച്ച സൂറത്തുകളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ചരിത്രവും ഈ തൗഹീദും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. മദീനയിലേക്ക് എത്തുന്നതോടുകൂടി പിന്നെ വിധിവിലക്കുകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ ഈവൻ ആ നിലക്ക് ചിന്തിച്ചാൽ പോലും, അതായത് ഓക്കെ മദീനത്ത് പോയി കുറേ ജൂതന്മാരൊക്കെ കണ്ട് ജൂതന്മാരുടെ അടുത്ത് കുറച്ചൊക്കെ അടിച്ചു മാറ്റി അങ്ങനെയൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ, എങ്ങനെയെങ്കിലും ഇതിനൊന്ന് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി.
പക്ഷെ അതുപോലും അല്ല. കാരണം ഈ പറഞ്ഞ മൂസാ നബിയുടേതാകട്ടെ അല്ലെങ്കിൽ സൂറത്ത് ബഖറയിലുള്ള വളരെ വിശദമായിട്ടുള്ള ചരിത്രങ്ങളാകട്ടെ, അങ്ങനെ പ്രവാചകന്മാരുടെ വളരെ വിശദമായ ചരിത്രങ്ങൾ പറയുന്നത് പലതും എന്തിലാണ്, നമുക്ക് മക്കീ സൂറത്തുകളിലാണ് കാണാൻ സാധിക്കുക. അപ്പം അവിടെ പോലും ആ ഒരു ഡൗട്ടിനുള്ള ഒരു സാധ്യത പോലും യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആയത്ത് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശന വിധേയമാക്കിയോ അല്ലാതെയോ ഒക്കെ ആലോചിക്കുന്ന ഏതൊരാളും നിരന്തരം ആലോചിക്കേണ്ടുന്നൊരു കാര്യമാണ്, ഇതെങ്ങനെ പോസിബിളാകും ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർക്ക് എങ്ങനെ ആയിക്കോട്ടെ എങ്ങനെ പോസിബിളാകും ഇത് എന്നുള്ള ആ ഒരു ചോദ്യം നമ്മളെ നയിക്കേണ്ടത്. അതേപോലെ തന്നെ ഖുർആൻ കോപ്പി അടിച്ചതിനുള്ള കോപ്പി അടിച്ചു എന്ന ആരോപണത്തിന് മറുപടി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി, ഖുർആൻ വളരെ ശക്തമായിട്ടാണ് തൗറാത്തിലെ ചില ആശയങ്ങളെയും അതേപോലെ ഇഞ്ചീലിലെ, അതായത് ബൈബിളിലെയും തോറയിലെയും ആശയങ്ങൾ വളരെ ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ തോറയിലെ ആശയങ്ങളൊന്ന് ജേക്കബിൻ്റെ, അതായത് ഇസ്രായേൽ എന്നറിയപ്പെട്ടിരുന്നൊരു പ്രവാചകൻ കൂടിയാണല്ലോ ജേക്കബ്, യാക്കൂബ് നബി ഇസ്ലാം എന്ന് അറബിയിൽ പറയും. ആ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ദൈവത്തോട് മല്ലിട്ട് അങ്ങനെ ഒരു കഥ തോറയിലുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇസ്രായേലിയരുടെ ആ വംശപരമ്പരയുടെ മാഹാത്മ്യം കാണിക്കാൻ വേണ്ടി അവർ നടത്തിയൊരു കൈക്രിയാണ് അവരുടെ പണ്ഡിതന്മാർ. എന്താന്ന് വെച്ചാൽ ദൈവത്തോട് ജേക്കബ് അല്ലെങ്കിൽ ഇസ്രായേൽ എന്നറിയപ്പെട്ട പ്രവാചകൻ മല്ലിട്ടു. ആ മല്ലിട്ടയിൽ ദൈവം തോറ്റു. എന്നിട്ട് ദൈവത്തിനോടൊരു കണ്ടീഷൻ വെച്ചു, ഇനി വെറുതെ വിടണമെങ്കിൽ എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. എന്നിട്ട് അനുഗ്രഹിച്ചു. അങ്ങനെയാണ് ഇസ്രായേലിയർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിയർക്ക് സ്വർഗമുണ്ട്. അപ്പോൾ ഇസ്രായേലിയർ എന്ത് ചെയ്താലും അവർക്ക് സ്വർഗമാണ്. ഇനിയിപ്പോൾ ഇനി നരകത്തിൽ പ്രവേശിക്കുകയാണെങ്കിലും കുറച്ചു കാലം നരകത്തിലുണ്ടാവുള്ളൂ. ഇതിനും ശക്തമായി ഖുർആൻ മറുപടി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കരുതുന്നു, ഖുൽ ഇൻ കാനത് ലക്കും ദാറുൽ ആഖിറതു ഇന്നല്ലാഹി ഖാലിസ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പരലോകത്തിലുള്ള ആ സുഖ സൗകര്യങ്ങൾ, സ്വർഗം നിങ്ങൾക്കുള്ളതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഫതമന്നൗൽ മൗത്ത്, നിങ്ങൾ മരണം ആഗ്രഹിക്കുക. കാരണം മരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗ്ഗമാണല്ലോ കിട്ടാൻ പോണത് എന്ന് തോറയ്ക്കെതിരെ, തോറയിലെ ആ കൈക്കടത്തലിനെതിരെ ഖുർആൻ ശക്തമായി വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കോപ്പി അടിച്ചതല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അതിനെ ശക്തമായി വിമർശിക്കുന്നു എന്നുള്ളതാണ്, അതിലെ ചില അബദ്ധങ്ങളെ. എന്നാൽ ഉള്ള കാര്യങ്ങൾ അതുപോലെ ആ ആശയങ്ങളെ അതിൻ്റെ സാരാംശം ഉൾക്കൊണ്ട് തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം ഇഞ്ചീൽ എടുത്തു പോകും. ഇഞ്ചീലിൽ തൃത്വത്തെ വളരെ ശക്തമായി വിമർശിക്കുന്ന, വളരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരുപാട് വചനങ്ങൾ ഖുർആനിൽ കാണാൻ കഴിയും. അപ്പോൾ കോപ്പി അടിച്ചതാണെങ്കിൽ ശരിക്കും അതൊക്കെ ഏറ്റവും പ്രധാനമായിട്ടും ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജനനവും അതേപോലെ തന്നെ തിരോധാനവും അല്ലെങ്കിൽ കുരിശുമരണം എന്ന് പറയുന്ന അവരുടെ ഒരു ചിന്ത അല്ലെങ്കിൽ ഊഹം, ഖുർആൻ അങ്ങനെയാണ് പ്രയോഗിക്കുന്നത്, അവരുടെ ഊഹം മാത്രമാണത് എന്നുള്ളതാണ്. അപ്പം ആ കുരിശുമരണം വരിച്ചു യേശുക്രിസ്തു അല്ലെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാം എന്നുള്ള ആ ഒരു കാര്യത്തെ എത്ര കൃത്യമായിട്ടാണ് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നത്, വമാ ഖത്തലൂഹു വമാ സ്വലബൂഹു, വളരെ ആധികാരികമായിട്ട് പറയണത്. അവർ കൊന്നിട്ടുമില്ല, അവർ ക്രൂശീകരിച്ചിട്ടുമില്ല, വലാക്കിൻ ശുബിഹ എന്നിലേക്ക് ഉയർത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പകരം കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ട് വിയോജിപ്പുള്ള കാര്യങ്ങൾ വിയോജിക്കുകയും എന്നാൽ അതേ സമയത്ത് താലൗല കലിമത്തിൻ സവാ ഇംബൈനനാ വബൈനക്കും, ഈ വേദങ്ങളുടെ ഒരു സാരാംശമുണ്ട്. അതെന്താ, നിങ്ങൾ വരൂ, വേദക്കാരായ ആളുകൾ വിളിക്കുകയാണ്, ജൂത ക്രൈസ്തവരെ വിളിക്കുകയാണ്, സവാ ഇൻ ബൈനനാ വബൈനക്കും, ഞങ്ങൾക്കും നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു കാര്യമുണ്ട്, കലിമത്തിൻ സവാ ഇൻ ബൈനനാ വബൈനക്കും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, എന്ന് വെച്ചാൽ ഏകനായ ആരാധ്യനെ അല്ലാതെ അല്ലെങ്കിൽ ദൈവത്തെ അല്ലാതെ ആരാധിക്കരുത് എന്ന് പറയുന്ന എല്ലാ വേദങ്ങളുടെയും അടിസ്ഥാന ആശയം അല്ലെങ്കിൽ എല്ലാ പ്രവാചകന്മാരും അടിസ്ഥാനപരമായി പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു ആദർശം, അതിലേക്ക് നിങ്ങൾ വരൂ എന്ന ഒരു ആഹ്വാനവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പം വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ആ വേദഗ്രന്ഥങ്ങളിലുള്ള കൈകടത്തലുകളെ അടക്കം തിരുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നത്. അത് തന്നെ ഈ പറഞ്ഞ ഈ മറ്റുള്ള വേദഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തു എന്ന് പറയുന്നത് അടക്കമുള്ള വാദങ്ങളെ അതിൻ്റെ മുനയൊടിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ആ നിലക്ക് വിശുദ്ധ ഖുർആനെ ആ ഒരു ആംഗിളിൽ കൂടി ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും തയ്യാറാവുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.